ടെൻഷൻ ന്യൂമോതാക്സ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഒബ്വിയസ്ലി നമ്മുടെ ഒരു ലങ് സൈഡ് കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പേഷ്യന്റിന് ബ്രീത്ത് കിട്ടത്തില്ല. ആ ഒരു സമയത്ത് പേഷ്യന്റ് ഒരുപാട് ബ്രീത്ത് എടുക്കും, ടെക്കിപ്നി ഉണ്ടാകും, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും പേഷ്യന്റ്, ടെക്കിക്കാർഡിയ ഉണ്ടാകും, പക്ഷെ വീക്ക് പൾസ് ആയിരിക്കും. ഇതിൽ ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള ഒരു സൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രെക്കിയൽ ഡീവിയേഷൻ ആണ്. നമ്മുടെ ഈ ഒരു ടെൻഷൻ ന്യൂമോതാക്സ് ഉണ്ടായിട്ട് ഈ ഒരു ലങ്സിനെയും ഇത് ബാക്കിയുള്ള സ്ട്രക്ചേഴ്സിനെയും ഒക്കെ ഈ എയർ ഇങ്ങനെ പ്രഷർ ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ ഹാർട്ടിനെയും ഈ ഒരു ട്രക്കിയേനെയും ഒക്കെ തള്ളും. അപ്പോഴേ ട്രെക്കിയൽ ഡീവിയേഷൻ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവും. പാൽപേറ്റ് ചെയ്യുമ്പോൾ ട്രെക്കിയൽ ഡീവിയേഷൻ ഉണ്ടാവും. പക്ഷെ ഇതൊരു ലേറ്റ് സിംറ്റം ആണ്. പിന്നെ ഉണ്ടാകുന്ന ഒരു സൈൻ ആണ് ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. വീനസ് റിട്ടേണിനെ ഇത് കാര്യമായിട്ട് ബാധിക്കും. അതായത് നമ്മൾ ഈ ഒരു വെസലിനെയോ തള്ളും, തിരിച്ച് ബാക്ക് ഫ്ലോ ഉണ്ടാവത്തില്ല ബ്ലഡിന്റെ. ആ സമയത്ത് ഹൈപ്പോ ടെൻഷൻ ഉണ്ടാക്കും, ഗ്രാജുവലി പ്രോഗ്രസിങ് ഹൈപ്പോ ടെൻഷൻ, BP ഫാളായിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് തന്നെ കാർഡിയാക് ഔട്ട്പുട്ടും കുറയും. എയർ എൻട്രി അസസ് ചെയ്യുന്ന സമയത്ത് അൺഈക്വൽ ആയിട്ടുള്ള ഒരു എയർ എൻട്രി കാണാൻ സാധിക്കും. അതായത് ഒരു സൈഡിൽ ബ്രീത്ത് സൗണ്ട് ഡിമിനിഷ്ഡോ ആബ്സെന്റോ ആയിരിക്കും, മറ്റേ സൈഡിൽ ബ്രീത്ത് സൗണ്ട് ഉണ്ടാകും. ഫോക്കസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഹൈപ്പർ റെസൊണൻസ് സൗണ്ട് ഉണ്ടാകും ന്യൂമോതോറാക്സ്, ടെൻഷൻ ന്യൂമോതോറാക്സ് ഉള്ള സൈഡിൽ. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ടെൻഷൻ ന്യൂമോതോറാക്സ് സസ്പെക്ട് ചെയ്തിട്ട് നീഡിൽ ഡീകംപ്രഷൻ ചെയ്യണം, അതിനുശേഷം ICD ഇടണം.